ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാറുക്കുട്ടിയാണ് ഈ വരുന്നത്. അണിഞ്ഞൊരുങ്ങി അവർ കുർബാന സ്വീകരണത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒത്തിരി പിള്ളേരുകളുണ്ട്, പേരൻസ് ഉണ്ട്. അങ്ങനെ അവർ നിരനിരയായിട്ട് പള്ളിയിലേക്ക് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളുണ്ട്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണെന്ന് അവർ വളരെ ഹാപ്പി ആയിട്ട് എന്നെ കണ്ട പാറുക്കുട്ടീനെ പോയത്. അങ്ങനെ പള്ളിയിലെത്തി കുർബാന സ്വീകരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഓടുകൂടി അവർ എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പാരൻസും കുട്ടിയും കൂടി ഒരുമിച്ചാണ് കുർബാന സ്വീകരിക്കാൻ പോകുന്നത്. മുന്നേ കുട്ടിക്ക് കുർബാന കൊടുക്കും, കുർബാന സ്വീകരണം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അപ്പന്, അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക്. അങ്ങനെ രണ്ട് പേരുടെയും നടുവിൽ പാറുകുട്ടി നിൽക്കണം. കുർബാന സ്വീകരിച്ച് മടങ്ങുന്ന ഭാഗമാണ് കാണുന്നത്. അതിന് പുറകിലായിട്ട് ഓരോരുത്തർ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ തൂമ്പാക്കൂട് അങ്ങനെ നല്ലൊരു വിശേഷ ദിവസമായിരുന്നു മെയ് 3-ാം തീയതി. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ സ്ഥൈര്യലേപനത്തിൻ്റെ കുദാശ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കൊടുത്താണ് പോരുന്നത്. അപ്പോൾ സ്ഥൈര്യലേപനവും കുർബാന സ്വീകരണമൊക്കെ ഒരുമിച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. പണ്ടൊക്കെ ഒറ്റയ്ക്കായിരുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നത്തെ സ്ഥൈര്യലേപനം കൊടുക്കുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, നേരെ മറിച്ച് രണ്ടും ഒരുമിച്ച് കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലാണ് ഫങ്ഷൻ. എല്ലാ ഫ്രണ്ട്സുകളെ, അവളുടെ കുറേ ഫ്രണ്ട്സുകളെ വിളിച്ചിട്ടുണ്ട്. ക്ലാസ്മേറ്റ് വിളിച്ചിട്ടുണ്ട്. അവളുടെ ചേട്ടൻ്റെ ഫ്രണ്ട്സുകളുണ്ട്, ബന്ധുക്കാരുണ്ട്, അങ്ങനെ ഗണത്തിലെ ആൾക്കാരുണ്ട്. കണ്ടോ, അവരുടെ ഫ്രണ്ട്സുകളാണ്. ചേട്ടൻ്റെയും പെങ്ങളുടെയൊക്കെ ഫ്രണ്ട്സുകളും കൂട്ടുകാരികളും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഉറ്റ ഫ്രണ്ട്സുകളാണ്. ഇവരൊക്കെയാണ് വിളമ്പാനൊക്കെ ഉണ്ടായത്. അങ്ങനെ ഞങ്ങളവിടെ എത്തി, ഗണത്തിൻ്റെ ആൾക്കാരുകളവിടെ എത്തി. പാറുകുട്ടീനെ കാണാനായിട്ട് ഞങ്ങൾ വന്നു. വൈകുന്നേരം 9 മണിക്കാണ് റിസപ്ഷനൊക്കെ ആയിരുന്നത്. അങ്ങനെ ഞങ്ങൾ ജോലിക്കൊക്കെ പോയി ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ബന്ധുക്കാർ ഭക്ഷണം കഴിക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ബിരിയാണി ആയിരുന്നു, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. സർലാസ് ബിരിയാണി കഴിക്കാത്തവർക്ക് വെള്ളച്ചോറ്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. ഞങ്ങൾ അവളുടെ അമ്മാമ്മയ്ക്കായിട്ട് വർത്തമാനം പറയുന്ന വിശേഷങ്ങൾ പങ്കിടുന്ന സമയമാണിത്. അവളുടെ അപ്പച്ചനാണ് നിൽക്കണേ. ഭയങ്കര സന്തോഷത്തിലാണ്. അവൾ നല്ല മൈൻഡിലാണ് നിൽക്കണേ. അവളുടെ അമ്മച്ചിയും കൂടി നിൽക്കുന്നത്. അവർ ലൈറ്റ് കളർ ഡ്രസ്സാണ് അവർക്ക് അന്ന് കുർബാന സ്വീകരണത്തിന് എല്ലാവരും കൂടി തിരഞ്ഞെടുത്തിരിക്കണേ. അപ്പോൾ അങ്ങനെ പന്തലിൽ നല്ല തിരക്കണം. ആൾക്കാർ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. നല്ല സ്പിരിറ്റിലാണ്. പിന്നെ പാറുകുട്ടീനെ ഒരുക്കണ ഭാഗങ്ങളുണ്ട് കേട്ടോ. പാറുകുട്ടിയുടെ വല്യമ്മച്ചിയുടെ മോളാണ്. കിറ്റി എന്നാണ് ഞങ്ങൾ വിളിക്കുക, കളിക്കാരാണ്. അപ്പോൾ കിറ്റിയുടെ മോള് കണ്ടോ, കിറ്റിയുടെ മോളാണ് നിൽക്കുന്നത്. പാറുകുട്ടീനെ ഒരുക്കണ ഭാഗങ്ങളാണ്. ഇത് പാറുകുട്ടിയുടെ ഫ്രണ്ടാണ്. ചെക്ക് ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന കുട്ടി പാറുകുട്ടിയുടെ ഉറ്റ ഫ്രണ്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ അണിയിച്ചൊരുക്കി പന്തലിലേക്ക് വീണ്ടും റിസപ്ഷൻ്റെ സമയത്ത് കൊണ്ടുവരുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. അവളുടെ വല്യമ്മച്ചിമാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ലിപ്സ്റ്റിക്കൊക്കെ ഇടണം, മേക്കപ്പാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തിട്ടുള്ളൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. കണ്ടോ, അവളുടെ ചേട്ടൻ്റെ കൂട്ടുകാരന്മാരാണ് സപ്ലൈ ചെയ്യുന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങളവിടെ ഇരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് പാറുകുട്ടി ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്നതാണ്. പാറുകുട്ടി ഇച്ചിരി ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ. പാറുകുട്ടിയുടെ അമ്മാമ്മയുണ്ട്, 2 അമ്മാമ്മമാരുണ്ട്, അവളുടെ ആൻറ്റിമാരുണ്ട്, അവളുടെ ഫ്രണ്ട്സുകളുണ്ട്. ഈ കിറ്റി കണ്ടോ, കിറ്റിയുടെ ഇലയിൽ ഒത്തിരി കറികൾ ഇട്ടുണ്ട് കേട്ടോ. അവൾ കിറ്റി നന്നായിട്ട് കഴിക്കുന്നു തോന്നുന്നു. ഞങ്ങളങ്ങനെ നല്ല ഭക്ഷണത്തിൽ മുഴുകിയിരിക്കുകയാണ്. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ചാറും പൈനാപ്പിള്, സർലാസ്, പയറിൻ്റെ തോരൻ ഉണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവർക്ക് കിട്ടും. വല്യമ്മച്ചിനെ അവിടെ ഇരുന്ന് ഉരുട്ടി കഴിക്കണത്. ഇതവളുടെ അമ്മാമ്മയാണ് ഇരിക്കണത്. പിന്നെ വല്യമ്മച്ചിയുടെ മോളാണ് അശ്വതിക്ക് 2 കുട്ടികളുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ എഴുന്നേൽക്കാണ്. പാറുകുട്ടി ഞങ്ങളുടെ ഒപ്പം എഴുന്നേറ്റു. പിന്നെ പാറുകുട്ടി വളരെ ഹാപ്പിയിലാണ്. പാറുകുട്ടിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. സന്തോഷത്തിലാണ് പാറുകുട്ടി. അങ്ങനെ പാറുകുട്ടിയുടെ പേപ്പൻ്റെ മോളാണ് ഇരിക്കണേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കേ, ബൈ.